പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കുറച്ച് രണ്ട് ടേമുകളെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ സാധാരണ ക്ലാസ്സുകളിൽ നിങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്ത ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ് കേൾക്കുന്നത്, വ്യത്യസ്ത ടോപ്പിക്കുകളെ കുറിച്ചാണ് അറിയുന്നത്. ഇപ്പോൾ ഒരു തിയറി പാർട്ടിയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് തരുന്നതെന്ന് ചോദിച്ചാൽ, ഇത് കൂടുതൽ പ്രാധാന്യമുള്ളതല്ലെങ്കിൽ കൂടി നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ധാരാളം സമയം കേൾക്കുന്ന, ലോകത്ത് പല രാജ്യത്തുകൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ പല മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് വാക്കുകളായിരിക്കും. ഒന്ന് മെറ്റാഫിസിക്സ്, രണ്ടാമത്തെ വാക്ക് എപ്പിസ്റ്റമോളജി. ഇത് രണ്ടും എന്താണ് എന്ന് കുറച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദമായ വിവരങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയുക. അപ്പോൾ ആകെ രണ്ട് വാക്കുകൾ, ഒന്ന് മെറ്റാഫിസിക്സ്, രണ്ടാമത്തത് എപ്പിസ്റ്റമോളജി. ഇതിൽ നമ്മൾ ഫിലോസഫിക്കൽ എഡ്യൂക്കേഷൻ്റെ ഫിലോസഫി, അതിൻ്റെ ബേസ് എന്താണെന്ന് പറയുന്നൊരു ഭാഗമാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ജസ്റ്റ് ധാരാളം നമ്മളെ ആളുകളിലുള്ള കുട്ടികളൊക്കെ കേൾക്കുന്ന ഒരു സംഭവം, എന്തിനാണ് നമ്മൾ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത്? ചില സ്കൂളുകളിൽ പോയാൽ ശാസ്ത്രത്തിനാണ് പ്രാധാന്യം, മറ്റ് ചില സ്കൂളുകളിൽ പോകുമ്പോൾ കലക്ക്, ധാർമ്മികതക്കാണ് പ്രാധാന്യം. എന്തുകൊണ്ടാണ്? ഈ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം പിന്നിലെ വ്യക്തമായ ചില ഫിലോസഫികളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ്, ഫിൻലാൻഡിലെ പഠനം കണ്ടില്ലേ, അമേരിക്കയിലെ പഠനം കണ്ടില്ലേ, ഇന്ത്യയിലെ പഠന രീതി മാറേണ്ടതില്ലേ? അങ്ങനെ പല ആളുകളും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പഠന രീതി വന്നത്? എന്തുകൊണ്ടാണ് ഫിൻലാൻഡിലെ പഠന രീതി അങ്ങനെ ആയത്? അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഫിലോസഫി, എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്ന ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ഇന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന പ്രക്രിയയുടെ അടിസ്ഥാനപരമായ എന്തുകൊണ്ട് എന്ത് എന്ന് നിർണ്ണയിക്കുന്ന ഒരു ഫിലോസഫിക്കൽ ശാഖയാണ് മെറ്റാഫിസിക്സ്. രണ്ടാമത്തത് എപ്പിസ്റ്റമോളജി. അപ്പോൾ എന്താണ് പഠിക്കേണ്ടത്, എന്തുകൊണ്ട് പഠിക്കണം, ഇങ്ങനത്തെ രണ്ട് സംഭവങ്ങളെ കുറിച്ചിട്ടായിരിക്കും നമ്മളിന്ന് പ്രതിപാദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി എന്തുകൊണ്ട് ആ സ്കൂളിൽ ധാർമ്മികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു, ചില സ്കൂളുകളിൽ കലക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു, ചില സ്കൂളുകളിൽ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ഇന്ന് നാം പ്രധാനമായിട്ട് പറയുന്ന ഈ രണ്ട് വാക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഒന്നാമത്തേത് മെറ്റാഫിസിക്സ്. എന്താണ് യാഥാർത്ഥ്യം? വാട്ട് ഈസ് റിയൽ? അതാണ് മെറ്റാഫിസിക്സ് എന്ന്. ഫിസിക്സ് എന്ന് പറയുന്ന വാക്കിന് നിങ്ങൾക്കറിയാം ഭൗതികം എന്നാണ് അർത്ഥം ഉണ്ടാവുക. മെറ്റ എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ അതിഭൗതികം, എന്നുവെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കാണാം, അതീതം, ഭൗതികത്തിനും അപ്പുറം എന്ന് പറയുന്ന രീതിയിൽ. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ ഹൗ ഡു വി നോ, എന്നുവെച്ചാൽ എങ്ങനെയാണ് ആ യാഥാർത്ഥ്യത്തെ നാം അറിയുന്നത് എന്നതിനെക്കുറിച്ചാണ് എപ്പിസ്റ്റമോളജി വിശദീകരിക്കുക. അപ്പോൾ ഇനി എന്താണ് മെറ്റാഫിസിക്സ്? ഒരു ഒറ്റ നിർവചനം പറയാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഫിലോസഫിൻ്റെ ഒരു രസമില്ലാത്ത ഏരിയയാണ്, പക്ഷെ അത് പറഞ്ഞേ പറ്റുള്ളൂ, കാരണം നമ്മളത് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, മെറ്റ എന്ന് പറഞ്ഞാൽ ബിയോണ്ട്, അതീതം, ഫിസിക്സ് എന്നാൽ ഭൗതികം. അപ്പോൾ ഭൗതികമായതിനപ്പുറമുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏരിയയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകമാണ് മെറ്റാഫിസിക്സ്. ഒരു കുട്ടി എന്താണ്? അപ്പോൾ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും. ഒരു ശൂന്യമായ പാത്രമാണോ, അല്ല കഴിവുകളുള്ള ഒരു വ്യക്തിയാണോ കുട്ടി? ശൂന്യമായ പാത്രമാണ് എങ്കിൽ ഒരു കുട്ടിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? അതിലേക്ക് എന്താണോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതായിരിക്കണം ആ കുട്ടി ആവേണ്ടത്. ഇനി കഴിവുകളുള്ള വ്യക്തിയാണോ ഒരു കുട്ടി എങ്കിൽ ആ കഴിവിനെ പരിപോഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കലും എന്തല്ല ഒന്നും ഇട്ട് കൊടുക്കല്ല. പിന്നെ രണ്ടാമത്തേത് എന്ത് പഠിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ കരിക്കുലം, ഏതൊക്കെ വിഷയങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? എല്ലാവരും കേൾക്കുന്നുണ്ടാവും കരിക്കുലം. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് വരും ഭാഗങ്ങളിൽ എങ്ങനെയാണ് ഒരു കരിക്കുലം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് കരിക്കുലം നമ്മൾ ഡെവലപ്പ് ചെയ്തത് കുട്ടികളിലേക്ക് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ഭാഗം ഇനി നമുക്ക് പറയാനുണ്ടാവും. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക, മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് പഠിപ്പിക്കണം, എന്താണൊരു കുട്ടി, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത് ഈ മെറ്റാഫിസിക്സ് അനുസരിച്ചിട്ടാണ് എന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കി വെക്കാം. നമുക്ക് രണ്ട് ഉദാഹരണം പറയാം. ഐഡിയലിസം. നിങ്ങൾ കുറേ ഇങ്ങനെ കേൾക്കും, കുറേ വാക്കുകൾ ഇങ്ങനെ കേൾക്കും. ഐഡിയലിസം ഇങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ പറയും റിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇസങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ എല്ലാതും നമുക്ക് പഠിക്കേണ്ടതല്ല. വേറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൺഫ്യൂഷനിസം, താവോയിസം, മാർക്സിസം എന്നൊക്കെ പറയുന്ന ഓരോ ഇസങ്ങളാണ്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ഇസമാണ് ഐഡിയലിസം.
അതിൽ പ്രധാനമായിട്ട് പറയുന്നത് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരാൾ എന്താണ് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ആശയങ്ങളെയാണ്, ഐഡിയകളെയാണ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ അതിൽ എന്തായിരിക്കും എൻ്റെ ലക്ഷ്യം? കുട്ടിയുടെ മനസ്സിനെയും ആത്മാവിനെയും വികസിപ്പിക്കുക, സാഹിത്യം, കല, തത്വശാസ്ത്രം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക. ഇതാണ് യഥാർത്ഥത്തിൽ ഐഡിയലിസം. അതിന് നമുക്ക് അതിൻ്റെ ആളുകൾ ആരാണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് വേറെ ഭാഗത്ത് പഠിക്കാനുണ്ട്, ജസ്റ്റ് ഇത് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോവാണ്. രണ്ടാമത്തെ റിയലിസം. യാഥാർത്ഥ്യം എന്നാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള ഭൗതിക ലോകം, ഫിസിക്കൽ വേൾഡ്, അതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിന് റിയലിസം എന്ന് പറയും. പ്രകൃതിയെയും വസ്തുനിഷ്ഠമായ സത്യങ്ങളെയും ഫാക്റ്റുകളെയും കുറിച്ച് പഠിപ്പിക്കുക. ശാസ്ത്രം, ഗണിതം എന്നിവക്കായിരിക്കും അവിടെ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞ മെറ്റാഫിസിക്സിലെ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞ ഐഡിയലിസത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മനസ്സിനെ ആത്മാവിനെ വികസിപ്പിക്കണം. സാഹിത്യം, കല, ഫിലോസഫി, തത്വശാസ്ത്രത്തിനാണ് പ്രാധാന്യം ഉണ്ടാവുക. റിയലിസത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, പ്രകൃതിയും വസ്തുനിഷ്ഠമായ സത്യങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുക. ശാസ്ത്രത്തിനും ഗണിതത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുക. മൂന്നാമത്തേത് പ്രാഗ്മാറ്റിസം. ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളിലൂടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ജോൺ ഡ്യൂയുടെയൊക്കെ ഒരു എഡ്യൂക്കേഷൻ മോഡൽ നമുക്ക് ഇനി പഠിക്കാനുണ്ട്, വരും. അപ്പോൾ അവിടെ പ്രായോഗികമായ അനുഭവത്തിലൂടെ ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അതിലൂടെയാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്ന് വിശ്വസിക്കുന്നതാണ് ആ ഒരു നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഇവിടെ കുട്ടിക്ക് പ്രോബ്ലം സോൾവിങ്ങിനുള്ള സ്കില്ല് ഉണ്ടാക്കുക, പ്രശ്നപരിഹാരശേഷി, ചെയ്ത് പഠിക്കുക, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയും. ഇതാണ് ഈ മൂന്ന് ഇസങ്ങളെ മാത്രം ഞാനിപ്പോൾ തൽക്കാലം പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഒന്നിങ്ങനെ നോക്കുക, ഐഡിയലിസം, രണ്ടാമത്തെ പ്രാഗ്മാറ്റിസം, മൂന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച അതേ രീതിയിൽ തന്നെ റിയലിസം. ഈ മൂന്ന് ഇസങ്ങളെക്കുറിച്ച് വെറുതെ പറഞ്ഞാൽ മതി, ഇതെന്തിനാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സൂചന തന്നു മാത്രം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിസ്റ്റമോളജി എന്ന വാക്കും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിന് നിർവചനം പറയുകയാണെങ്കിൽ അറിവിൻ്റെ സിദ്ധാന്തം എന്നാണ്. എപ്പിസ്റ്റമേ എന്ന് പറഞ്ഞാൽ തന്നെ നോളേജ് എന്നർത്ഥം. അപ്പോൾ എപ്പിസ്റ്റമോളജി, എപ്പിസ്റ്റമേ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നോളേജ് എന്നാണ്. അപ്പോൾ അറിവ് എങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് ശരിയായ അറിവ്, എന്താണ് തെറ്റായ അറിവ്, ഇതാണ് എപ്പിസ്റ്റമോളജി. അപ്പോൾ നമ്മൾ പലപ്പോഴും വലിയ പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ എപ്പിസ്റ്റമോളജി ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വിദ്യാഭ്യാസത്തിലെ തിയറി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നതാണ് എപ്പിസ്റ്റമോളജി. അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത്, അതിൽ ടീച്ചറുടെ റോൾ എന്താണ്. അപ്പോൾ ടീച്ചറുടെ റോള് പല രീതിയിലുണ്ടാവും. ചില വിദ്യാഭ്യാസ രീതിയിൽ അറിവ് പകർന്നു നൽകുന്നയാൾ ടീച്ചറാണ്, അല്ല ചിലതിൽ അറിവ് പഠിക്കാൻ സഹായിക്കുന്ന സഹായി ടീച്ചറാണ്. അപ്പോൾ ഇതിൽ ഏതാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് അവിടെ ഇത് ഏത് വിഭാഗത്തിലാണ് പെടുക എന്നുള്ളത് പറയാം. ഇനി സോഴ്സസ് ഓഫ് നോളജ് എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ നമുക്ക് അതോറിറ്റി. ഇപ്പോൾ അതോറിറ്റി എന്ന് പറയുന്നതിൽ പല ഘടകങ്ങളുണ്ടാവും. അപ്പോൾ ഒന്ന്, മറ്റൊരാൾ എന്ന് പറയുന്നതിൽ ചിലപ്പോൾ ടീച്ചറാവാം, പുസ്തകമാവാം, മറ്റൊരു വിദഗ്ധനാവാം. അപ്പോൾ ഇങ്ങനെ വേറൊരാൾ പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം അറിയുന്നതിനെ ലെക്ചർ രീതി എന്നാണ് പറയുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. രണ്ടാമത്തത് റാഷണലിസം, അല്ലെങ്കിൽ യുക്തി ഉപയോഗിച്ച് നാം സത്യം കണ്ടെത്തുക. ഇപ്പോൾ ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുക എങ്ങനെ, യുക്തി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എംപിരിസിസം, അതെങ്ങനെയാണ്, ഇന്ദ്രിയങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, എക്സ്പീരിയൻസിലൂടെ, സെൻസുകളിലൂടെ നമ്മൾ വിവരങ്ങൾ അറിയുക. ഇപ്പോൾ സയൻസ് ലാബിലെ പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത് ഇൻറ്റ്യൂഷൻ എന്ന് പറയാം, ഉൾക്കാഴ്ചയിലൂടെ അറിയുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു സിസ്റ്റത്തിലെ വിവരങ്ങളെ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാമെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഒന്നുകിൽ ചിലപ്പോൾ നമ്മൾ അറിയുന്നത് ഡയറക്റ്റ് ഒരാൾ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ സ്വയം അനുഭവങ്ങളിലൂടെ ആയിരിക്കാം, മൂന്നാമത്തേത് യുക്തി ഉപയോഗിച്ചിട്ടായിരിക്കാം. അപ്പോൾ യുക്തി ഉപയോഗിച്ചായാലും മറ്റൊരാൾ പറഞ്ഞു തന്നിട്ടായാലും ഇന്ദ്രിയങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെ ആയാലും ഒരാൾ നേടുന്ന വിവരങ്ങൾ നല്ല ഉൾക്കാഴ്ചയിലൂടെ അറിയുന്നതാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരാൾക്ക് ഉണ്ടാക്കുന്ന വിവരങ്ങളെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇതൊക്കെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് വിവരങ്ങൾ കിട്ടാം. ഇവിടെ നമ്മുടെ ഒരു സിസ്റ്റം ആലോചിക്കുക. അപ്പോൾ മെൻഡോറയിൽ ഏത് തരം അറിവിനാണ് പ്രാധാന്യം നൽകുന്നത്? നിങ്ങളൊന്ന് കണ്ടെത്തിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കാം. ചില അതോറിറ്റേറ്റീവ് ആണോ, റേഷണലിസം ആണോ, എംപിരിസിസ് ആണോ, എവിടെയാണ് ഏതിനാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. അന്നത്തെ ഒരു വർക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നിശ്ചയിക്കുന്നു. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള വഴി കാണിച്ചു തരുന്നു. അപ്പോൾ രണ്ട് കാര്യം, ഇപ്പോൾ മെറ്റാഫിസിക്സും എപ്പിസ്റ്റമോളജിയാണ് നമ്മളിന്ന് പറഞ്ഞത്. മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷനാണ്, നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം, എന്താണ് പഠിക്കുന്നത് അന്ന് നിശ്ചയിക്കുന്നതാണ് മെറ്റാഫിസിക്സ്. അപ്പോൾ അതിഭൗതികം അല്ലെങ്കിൽ ഭൗതികത്തിനും അതീതമായത് എന്ന് പറയാം.
അടുത്തതാണ് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്, അതാണ് നമ്മൾ പറയുന്ന എപ്പിസ്റ്റമോളജി. അപ്പോൾ ഈ വാക്ക് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ വേ ഓഫ് സ്റ്റഡി എന്ന് പറയാം. എങ്ങനെയാണ് നമ്മളതിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്ത് പഠിപ്പിക്കണം, വാട്ട് മെറ്റാഫിസിക്സ് എന്നും, അഥവാ വാട്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്ത്, മെറ്റാഫിസിക്സ്. എങ്ങനെ പഠിപ്പിക്കണം, ഹൗ എന്ന് തീരുമാനിക്കുന്നതാണ് എപ്പിസ്റ്റമോളജി. അപ്പോൾ ഈ രണ്ട് തത്വശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഇത് നമ്മുടെ ഫിലോസഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഇന്ന് തന്നത്. ഇനി അതിൽ ശരിയായ ചിന്ത, ശരിയായ പ്രവൃത്തി, അപ്പോൾ നമ്മൾ ലോജിക്ക് എന്ന് പറയും, ഒരാൾക്ക് ലോജിക്ക് ഉണ്ടോ, എത്തിക്സ് ഉണ്ടോ എന്നൊക്കെ കണ്ടെത്തുന്ന വലിയൊരു ഭാഗം. ഇനി അതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗമുണ്ട്. അതിൽ ദാർശനികമായ അടിത്തറ, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ടോട്ടൽ കാര്യങ്ങൾ ആകെ 2 വാക്കുകൾ മാത്രമാണ്. ഒന്ന്, എന്താണ് മെറ്റാഫിസിക്സ്, എന്താണ് എപ്പിസ്റ്റമോളജി. 10 മിനിറ്റിൽ താഴെ എടുത്തിട്ടാണ് നമ്മൾ ആ സാധനം പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഞാൻ നേരത്തെയൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരുപാട് സമയം വിശദീകരിക്കാനുണ്ട്. അങ്ങനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്ത. 2 വാക്ക് മാത്രം പഠിച്ചാൽ മതി. എന്താണ് മെറ്റാഫിസിക്സ്, എന്താണ് എപ്പിസ്റ്റമോളജി, ഇത് രണ്ടും മാത്രം വാക്കുകൾ പഠിക്കുക. എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വഴികൾ പഠിക്കുക. 3 ഇസങ്ങളെക്കുറിച്ച് നമ്മളിന്ന് പറഞ്ഞ ആ ഭാഗം മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും